ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ എൻ്റെ പ്രാണനായ മഹിക്കും കുഞ്ഞിനും എന്തെങ്കിലും സംഭവിച്ചാൽ നിൻ്റെ അച്ഛനെ പോലെ നിനക്കും ജയിലിലേക്ക് പോകേണ്ടി വരുമെന്നും ഉണ്ണിയോ നിൻ്റെ അമ്മായിയമ്മയോ ഇതുവരെ ഒന്നും അറിഞ്ഞിട്ടില്ല. അറിഞ്ഞാലും എന്തെങ്കിലും അത്ഭുതം സംഭവിക്കുമെന്നൊന്നും ഞാൻ കരുതുന്നില്ല. ഇനി അച്ഛൻ്റേത് ഒരു കൊലപാതകമാണെന്നറിഞ്ഞാൽ ചിലപ്പോൾ നിനക്ക് അച്ഛനില്ലാത്തൊരു കുഞ്ഞിനെ പ്രസവിക്കേണ്ടതായും വളർത്തേണ്ടതായിട്ടും വരും. പിന്നെ അവൻ പൈസയ്ക്ക് ആർത്തിയുള്ള കൂട്ടത്തിലായതുകൊണ്ട് തന്നെ പൈസ ഇഷ്ടം പോലെ വാരിക്കോരി കൊടുത്താൽ അവൻ ചിലപ്പോൾ കോംപ്രമൈസ് ചെയ്തെന്നിരിക്കും. നിൻ്റെ കൂടെയുള്ള ആരും എന്നും നിൻ്റെ കൂടെ ഉണ്ടാവില്ല. അതുകൊണ്ട് അഹങ്കാരമൊക്കെ കളഞ്ഞ് നന്നായിട്ട് ജീവിച്ചാൽ നിനക്ക് തന്നെ അത് കൊള്ളാം എന്നൊരു അവസാന താക്കീത് കണ്ണൻ കരുണയ്ക്ക് നൽകുന്നു. കണ്ണൻ്റെ വാക്കുകൾ കേട്ട് പൊട്ടിക്കരയുന്നുണ്ട് കരുണയും മുത്തശ്ശിയും. കുഞ്ഞിനെ കളയുന്നതാണ് നല്ലതെന്ന് ശേഷം കരുണ പറയുമ്പോൾ അതൊന്നും വേണ്ട എന്നും ഉണ്ണിയുടെ കാല് പിടിച്ചിട്ടായാലും വേണ്ടില്ല, അല്ലെങ്കിൽ എൻ്റെയും പ്രതാപൻ്റെയും കാലം കഴിഞ്ഞാൽ മോൾ ഒറ്റയ്ക്കാകുമെന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയാണ് കേട്ടോ മുത്തശ്ശി ചെയ്യുന്നത്. പിന്നീട് മഹിയെ സർജറിക്കായിട്ട് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുന്നു. മാസം തികയാതെയുള്ള പ്രസവം ആയതുകൊണ്ട് തന്നെ കുഞ്ഞിൻ്റെ തൂക്കത്തിനെയും അത് ബാധിക്കുമെന്നും എന്തായാലും അമ്മയ്ക്കും കുഞ്ഞിനും ഒന്നും സംഭവിക്കാതിരിക്കാൻ കണ്ണൻ പ്രാർത്ഥിക്കണമെന്നും ഡോക്ടർ എലിസബത്ത് പറയുന്നുണ്ട്. അങ്ങനെ കണ്ണൻ അയ്യപ്പ ക്ഷേത്രത്തിലെത്തുന്നു. മഹിക്കും കുഞ്ഞിനും വേണ്ടി മനസ്സുരുക്കി പ്രാർത്ഥിക്കുന്ന കണ്ണനെ കണ്ട് സിദ്ധിയായിട്ടുള്ള അമ്മയ്ക്കും വല്ലാത്ത സങ്കടമാവുന്നുണ്ട്. തുടർന്ന് അമ്മ കണ്ണൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. മഹി അത്യാവശ്യത്തിൻ്റെ നിലയിൽ ഹോസ്പിറ്റലിലാണെന്നെല്ലാം കണ്ണൻ പറയുമ്പോൾ അറിയാം മോനെ, കാര്യങ്ങൾ കുറച്ച് പ്രയാസത്തിലാണ് എന്ന് അമ്മ പറയുന്നത് കേട്ട് പൂർണ്ണമായിട്ടും തകർന്നു പോകുന്നുണ്ട് കേട്ടോ കണ്ണൻ. കാരണം അമ്മ എന്തെങ്കിലും ഒരു കാര്യം പ്രയാസമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെയധികം സീരിയസ് ആണ് എന്ന് കണ്ണന് മനസ്സിലാകുന്നുണ്ട്. മോൻ ഒരിക്കലും മോൻ്റെ ഭാര്യയെ ആ വീട്ടിൽ നിർത്താൻ പാടില്ലായിരുന്നു. മോൻ്റെ കൂട്ടുകാരനും ഭാര്യയും നാട്ടിലേക്ക് വന്നത് തന്നെ ഒരു ദൈവനിയോഗമായിട്ടാണെന്നും മോൻ മഹാലക്ഷ്മിയെ ഒറ്റയ്ക്ക് നിർത്തിയിരുന്നെങ്കിൽ അവിടെ മോനും കൂടെ ഉണ്ടാകണമായിരുന്നു. എന്തായാലും അമ്മ മഹിക്കും കുഞ്ഞിനും വേണ്ടിയിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ടെന്നും നിങ്ങളുടേത് ദീർഘദാമ്പത്യം ആയതുകൊണ്ട് തന്നെ മഹാലക്ഷ്മിക്ക് ഒന്നും സംഭവിച്ചില്ല, പക്ഷേ കുഞ്ഞിൻ്റെ ജനനത്തിൻ്റെ കാര്യത്തിലാണ് എനിക്ക് ആശങ്ക എന്നും അമ്മ പറയുന്നുണ്ട് കേട്ടോ കണ്ണനോട്. പിന്നീട് കണ്ണൻ കമലേശ്വരത്തെ പൂജാമുറിയിലെത്തി അയ്യപ്പ ഭഗവാന്റെ മുന്നിൽ നിന്ന് മഹാലക്ഷ്മിക്കും കുഞ്ഞിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല വരുന്ന മണ്ഡലകാലത്ത് 41 ദിവസം വ്രതം എടുത്ത് മല ചവിട്ടാമെന്നും കണ്ണൻ നേരുന്നുണ്ട് കേട്ടോ. പിന്നീട് പ്രതാപനെ ജാമ്യത്തിലെടുക്കാനായിട്ട് ഒരു വക്കീലിനെയും കൂട്ടി കരുണയും മുത്തശ്ശിയും സ്റ്റേഷനിലെത്തുന്നു. എസ്ഐ ജാമ്യം അനുവദിക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് പറയുന്നത്. ഇവളെയും പിടിച്ചകത്തിടേണ്ടതാണ്, അത്രയും വലിയ ക്രൂരതയാണ് ഇവൾ സ്വന്തം ചേച്ചിയോട് ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് എസ്ഐ കരുണയെ വിരട്ടുന്നുണ്ട്. ഇത്രയും വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു ആക്സിഡൻ്റ് അല്ലേ, അതും ഒരു തെളിവും ഇല്ലല്ലോ എന്നെല്ലാം വക്കീൽ പറയുമ്പോൾ തെളിവില്ലെന്ന് ആരാ പറഞ്ഞത്? ഇപ്പോൾ ഹോസ്പിറ്റലിൽ സീരിയസ് ആയിട്ട് കിടക്കുന്ന മഹാലക്ഷ്മി ഇതിനൊക്കെ സാക്ഷിയാണെന്നെല്ലാം എസ് ഐ പറയുമ്പോൾ അന്ന് 5 വയസ്സ് മാത്രമല്ലേ ആ കുട്ടിക്ക് ഉണ്ടായിരുന്നുള്ളൂ. 5 വയസ്സുകാരിയുടെ മൊഴിയൊക്കെ ഒരു തെളിവായിട്ട് എടുക്കാൻ പറ്റുമോ എന്നെല്ലാം എസ് ഐ ചോദിക്കുമ്പോൾ പിന്നെ എന്താണ് തെളിവായിട്ട് എടുക്കേണ്ടത്? അതുമാത്രമല്ല ലോക്കപ്പിൽ കിടക്കുന്നവരും കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്റ്റേഷൻ ജാമ്യം അനുവദിക്കാൻ പറ്റില്ല എന്ന് തന്നെ എസ് ഐ തീർത്ത് പറയുന്നുണ്ട്. വീണ്ടും വക്കീൽ ജാമ്യത്തിന് വേണ്ടി അപേക്ഷിക്കുന്നുണ്ടെങ്കിലും ഇതൊക്കെ വക്കീൽ കോടതിയിൽ ചെന്ന് പറഞ്ഞാൽ മതിയെന്ന് പറയുന്നുണ്ട് കേട്ടോ എസ് ഐ. പിന്നീട് കരുണയ്ക്കും മുത്തശ്ശിക്കും പ്രതാപനെ കാണാനായിട്ട് അനുവാദം നൽകുന്നുണ്ട് എസ് ഐ. കരുണയും മുത്തശ്ശിയും കണ്ട് വല്ലാതാവുന്നുണ്ട് പ്രതാപൻ. നിനക്ക് ജാമ്യം തരാൻ പറ്റില്ലെന്നാണ് എസ് ഐ പറയുന്നത്. തുടർന്ന് കരുണമോളെ വീണ്ടും വിശേഷം അറിയിച്ചിട്ടുണ്ട് എന്നും പക്ഷേ മഹാലക്ഷ്മിക്കും കുഞ്ഞിനും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ മോളെയും ജയിലിലേക്ക് പറഞ്ഞു വിടുമെന്നാണ് കണ്ണൻ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല നിനക്കും വാമനെയും കോടതിയിലിട്ട് വട്ടം കറക്കുമെന്നും അവൻ്റെ അച്ഛൻ്റെ മരണത്തിനും അവൻ്റെ ചികിത്സയ്ക്കും വേണ്ടി അവൻ ചോദിക്കുന്ന കാശ് കൊടുക്കേണ്ടി വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നെല്ലാം മുത്തശ്ശി പറയുന്നുണ്ട്. പറഞ്ഞാൽ അതുപോലെ ചെയ്യുന്നവനാണ് കണ്ണൻ എന്ന് മുത്തശ്ശി പറയുമ്പോൾ അവൻ്റെ കാല് പിടിക്കായിരുന്നില്ലേ, കാല് പിടിച്ച് കരയാമായിരുന്നില്ലേ എന്നെല്ലാം പ്രതാപൻ ചോദിക്കുമ്പോൾ കാല് പിടിച്ചിട്ടും കാര്യമൊന്നുമില്ല പ്രതാപ, കണ്ണൻ അത്രയ്ക്ക് ദേഷ്യത്തിലാണെന്ന് പറയുന്നുണ്ട് കേട്ടോ മുത്തശ്ശി. ശേഷം ഞാൻ കാരനാണ് എൻ്റെ അച്ഛൻ ജയിലിലായത്, മഹാലക്ഷ്മിയും കണ്ണനെ പറഞ്ഞത് കേട്ട് ജീവിച്ചാൽ മതിയായിരുന്നു എന്നെല്ലാം കരുണ കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ അതൊന്നും സാരമില്ല മോളെ, എന്ത് ശിക്ഷ ഏറ്റുവാങ്ങാനും അച്ഛൻ തയ്യാറാണ്. പക്ഷേ എൻ്റെ മോളെ അവൻ ജയിലിൽ കയറ്റുമോ എന്ന് എൻ്റെ പേടിയെന്ന് പറയുന്നുണ്ട് കേട്ടോ പ്രതാപൻ. നാളെ നിങ്ങൾ രണ്ടുപേരെയും കോടതിയിൽ ഹാജരാക്കുമെന്നും ഇനിയിപ്പോൾ കോടതിയിൽ എന്തെങ്കിലും അത്ഭുതം സംഭവിക്കുമെന്ന് തന്നെ കരുതാം, അതുമാത്രമേ ഉള്ളൂ ഒരു പ്രതീക്ഷ എന്നും മുത്തശ്ശി പറയുന്നുണ്ട്. അങ്ങനെ ആകെ മനസ്സ് തളർന്ന പ്രതാപനോട് വാമൻ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞില്ലേ പ്രതാപ, നാളെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ കുറ്റം നീ നിഷേധിച്ചാൽ മതി. പിന്നെ നമുക്കെതിരെ ഹാജരാക്കാൻ അവരുടെ കയ്യിൽ വേറെ തെളിവൊന്നും ഇല്ലല്ലോ. അന്ന് 5 വയസ്സ് മാത്രം ഉണ്ടായിരുന്ന മഹാലക്ഷ്മിയുടെ മൊഴിയൊന്നും
ഒരു കോടതിയും അത്ര വിശ്വാസത്തിലെടുക്കില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ വാമദേവൻ. പിന്നീട് അഡ്വക്കേറ്റ് പറയുന്നുണ്ട് വാമദേവന് കുറച്ച് കാര്യങ്ങളൊക്കെ നിസ്സാരമാണ്, പക്ഷേ പ്രതാപൻ്റെ കാര്യത്തിൽ അതല്ല സ്ഥിതി. വാമദേവനാണ് പ്രതാപന് കൊട്ടേഷൻ കൊടുത്തത് എന്ന് തെളിയിക്കാനുള്ള തക്കതായിട്ടുള്ള തെളിവൊന്നുമില്ല. പക്ഷേ പ്രതാപനോടൊപ്പം അന്ന് ആ ലോറിയിൽ മഹാലക്ഷ്മി ഉണ്ടായിരുന്നല്ലോ എന്നെല്ലാം വക്കീൽ പറയുന്നത് കേട്ട് ഞെട്ടിവിറയ്ക്കുന്നുണ്ട് കേട്ടോ മുത്തശ്ശിയും കരുണയും. പിന്നീട് അനന്തവും ലേഖയും കേസിനെ കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത്. ഇനി പ്രതാപനും വാമദേവനും കേസിൽ നിന്നും രക്ഷപ്പെടൂ എന്നെല്ലാം ലേഖ ചോദിക്കുമ്പോൾ ആരും അറിയാതെ പോകുമായിരുന്ന ഈ കേസ് ഇങ്ങനെ ഒരു വഴിത്തിരിവിലെത്തിച്ചത് കണ്ണൻ്റെ അച്ഛൻ്റെ ആത്മാവാണ്. ഇനി അത് പൂർണ്ണമാകാൻ പോകുന്ന ദിവസങ്ങളാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് ഈ കേസിൽ നിന്നും പ്രതാപനും വാമദേവനും ഒരിക്കലും രക്ഷപ്പെട്ടു പോകാൻ കഴിയില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ അനന്തു. അങ്ങനെ കണ്ണനാണെങ്കിൽ വീണ്ടും മരവിച്ച മനസ്സുമായിട്ട് ഹോസ്പിറ്റലിലെത്തുന്നു. പിന്നീട് കരുണയാണെങ്കിലും അച്ഛന് എന്ത് ശിക്ഷയായിരിക്കും കോടതി നാളെ വിധിക്കാനായിട്ട് പോകുന്നത്. മഹാലക്ഷ്മിക്കും കുഞ്ഞിനും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അയാൾ എന്നെ അച്ഛനെ പോലെ തന്നെ അയാൾ എന്നെയും ജയിലിലടയ്ക്കും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ആകെ വിഷമിക്കുന്നു. പിന്നീട് കണ്ണന് ഏറ്റവും സന്തോഷമുള്ള ഒരു വാർത്ത തന്നെയാണ് ഡോക്ടർ അറിയിക്കുന്നത്. മഹാലക്ഷ്മിയുടെ സർജറി കഴിഞ്ഞു എന്നും അമ്മയും കുഞ്ഞും സുരക്ഷിതരാണ് എന്നും ഇനി ഒന്നും പേടിക്കാനില്ല എന്നും ഡോക്ടർ എലിസബത്ത് പറയുന്നത് കേട്ട് ശ്വാസം നേരെ വീഴുന്നുണ്ട് കേട്ടോ കണ്ണന് മാത്രമല്ല മോഹിനിക്കും മഞ്ജുവിനൊക്കെ വളരെയധികം സന്തോഷം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ് ഡോക്ടർ പറയുന്നത്. പിന്നീട് പിറ്റേന്ന് പ്രതാപനെയും വാമദേവനെയും കോടതിയിൽ ഹാജരാക്കുന്നു. പ്രതാപനും വാമനും ശിക്ഷ വാങ്ങി നൽകാൻ വേണ്ടിയിട്ട് കണ്ണൻ തന്നെയാണ് കോടതിയിൽ നേരിട്ട് ഹാജരാകുന്നത്. ഏതായാലും കണ്ണൻ്റെ ആ വാദങ്ങൾക്ക് മുൻപിൽ പിടിച്ചു നിൽക്കാനായിട്ട് പ്രതാപൻ്റെയും വാമൻ്റെയും വക്കീലിന് കഴിയുന്നില്ല. അയാൾ മുട്ടുമടക്കുന്നു. മാത്രമല്ല പ്രതാപൻ കോടതിയിൽ കുറ്റം നിഷേധിക്കുന്നുണ്ടെങ്കിലും അതും കണ്ണൻ്റെ വാദങ്ങൾക്ക് മുൻപിൽ വിലപ്പോകുന്നില്ല. മാത്രമല്ല വലിയൊരു തുക തന്നെ കണ്ണൻ കോമ്പൻസേഷനായിട്ട് പ്രതാപനിൽ നിന്നും വാമദേവനിൽ നിന്നും ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവസാനം ഞെട്ടിക്കുന്ന ശിക്ഷ തന്നെയാണ് കണ്ണൻ വാമനും പ്രതാപനും കോടതിയിലൂടെ വാങ്ങി നൽകുന്നത്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം വരാൻ പോകുന്ന കിടിലൻ എപ്പിസോഡുകൾക്കായിട്ട്. ഏറെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്